000082. അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനിക്കപ്പലായ USS അബ്രഹാം ലിങ്കൺ CVN 72 ഒരു കൂറ്റൻ കപ്പലാണ്. ഇതിന്റെ വിസ്തീർണത്തെയും വലിപ്പത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇതാണ്. പ്രധാന വലിപ്പങ്ങൾ. ഫ്ലൈറ്റ് ഡെക്കിന്റെ വിസ്തീർണം ഏകദേശം 4.5 ഏക്കറാണ്. ഈ കപ്പലിന്റെ മുകൾത്തട്ടിന്റെ ഫ്ലൈറ്റ് ഡെക്ക് വിസ്തീർണം ഏകദേശം 18,211 ചതുരശ്ര മീറ്റർ വരുമിത്. നീളം. കപ്പലിന്റെ ആകെ നീളം 1092 അടി 332.8 മീറ്റർ ആണ്. അതായത് ഏകദേശം 3 ഫുട്ബോൾ മൈതാനങ്ങളേക്കാൾ കൂടുതൽ നീളം ഇതിനുണ്ട്. വീതി. ഫ്ലൈറ്റ് ഡെക്കിന്റെ വീതി 252 അടി 76.8 മീറ്റർ ആണ്. മറ്റ് സവിശേഷതകൾ. ഭാരം ഏകദേശം 1,00,000 ടൺ ഈ കപ്പലിന്റെ ഭാരം. ശേഷി. ഒരേ സമയം 90 വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാൻ ഇതിന് കഴിയും. ജീവനക്കാർ. ഏകദേശം 5,000 മുതൽ 6,000 വരെ ആളുകൾക്ക് ഒരേ സമയം ഈ കപ്പലിൽ താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. ഇതൊരു ചെറിയ കടലിലെ നഗരം പോലെയാണ് പ്രവർത്തിക്കുന്നത്. 1. ഊർജ്ജ സ്രോതസ്. ഈ കപ്പൽ പ്രവർത്തിക്കുന്നത് 2 ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ചാണ്. ഇത് കപ്പലിന് ഏകദേശം പരിധിയില്ലാത്ത ഊർജം നൽകുന്നു. ഒരിക്കൽ ഇന്ധനം നിറച്ചാൽ ഏകദേശം 20 മുതൽ 25 വരെ വർഷം വരെ നിർത്താതെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 30 നോട്ടിന് ഏകദേശം 56 കിലോമീറ്റർ മുകളിലാണ്. 2. ആയുധങ്ങളും വിമാനങ്ങളും. ഒരു ചെറിയ രാജ്യത്തിന്റെ വ്യോമസേനയ്ക്ക് തുല്യമായ കരുത്ത് ഈ ഒരു കപ്പലിനുണ്ട്. വിമാനങ്ങൾ. 18 ഹോർനെറ്റ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾ ഇതിൽ നിന്ന് പറന്നുയരുന്നു. പ്രതിരോധ സംവിധാനം. ശത്രുക്കളുടെ മിസൈലുകളെയും വിമാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള സീസ്പാരോ മിസൈലുകളും ഫലാങ്സ് CIWS ഗണ്ണുകളും ഇതിലുണ്ട്. 3. അത്യാധുനിക സാങ്കേതികവിദ്യ. കാറ്റപ്പൾട്ട് സിസ്റ്റം. വളരെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ വിമാനങ്ങളെ അതിവേഗത്തിൽ വായുവിലേക്ക് വിക്ഷേപിക്കാൻ സഹായിക്കുന്ന സ്റ്റീം കാറ്റപ്പൾട്ടുകൾ ഇതിൽ ഉപയോഗിക്കുന്നു. റഡാർ. നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള ശത്രുനീക്കങ്ങൾ നിരീക്ഷിക്കാൻ ശേഷിയുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ഇതിലുണ്ട്. ഇതൊരു ഒഴുകുന്ന നഗരമാണെന്ന് പറയാൻ കാരണങ്ങൾ പലതാണ്. സ്വന്തമായി റേഡിയോ സ്റ്റേഷൻ, ടെലിവിഷൻ നെറ്റ്വർക്ക്, പത്രം എന്നിവ കപ്പലിനുള്ളിലുണ്ട്. രോഗികൾക്കായി അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രിയും ഡെന്റൽ ക്ലിനിക്കും പ്രവർത്തിക്കുന്നു. ദിവസവും ഏകദേശം 18,000 ഭക്ഷണപ്പൊതികൾ ഇവിടെ തയ്യാറാക്കുന്നു.